ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദിൽജ ക്രിയേഷൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആപ്പിൾ അവരുടെ iOS 18 എന്ന് പറയുന്ന അപ്ഡേറ്റ് ഇപ്പം ഈയിടെ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏതാനും കുറച്ച് ദിവസങ്ങളായി ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അൺഎനേബിൾ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് വാൾപേപ്പറിലാണ് അവർ ഫസ്റ്റ് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ 14 Pro ആണ്, അതിലുള്ള അപ്ഡേറ്റ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. റൈറ്റ് സൈഡിൽ നമ്മുടെ ക്യാമറയുടെ ചിഹ്നമുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടോർച്ചുണ്ട്. ഇത് രണ്ടും നമുക്ക് ഈ ഒരു വാൾപേപ്പറിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. ഇനി മുതൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. മുന്നേ നമുക്ക് ഈ ഒരു സെക്ഷൻസ് നമുക്ക് ഒരിക്കലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ അവരുടെ വാൾപേപ്പർ. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇവിടെ നമുക്ക് ഈ ഒരു ടോർച്ചും അതുപോലെ തന്നെ ക്യാമറ സെക്ഷനും നമുക്ക് റിമൂവ് ചെയ്യാം. പകരം അവിടെ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആപ്പിളിൻ്റെ ഒരു നല്ലൊരു ഫ്യൂച്ചറായിട്ട് നമുക്ക് കണ്ടെത്താം. എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് രണ്ടും മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ, ടോർച്ചും അതുപോലെ തന്നെ ക്യാമറയും. അത് നമുക്ക് ഒന്നുകൂടി ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ അവർ അപ്ഡേറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. മറ്റെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഒരു കൺട്രോളായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോം സ്ക്രീനിൽ നമുക്ക് ഏതാണോ ലൈറ്റ്നിങ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ലൈറ്റ്നിങ് കൊടുക്കാം, ഡാർക്കിങ് കൊടുക്കണമെങ്കിൽ ഡാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ടിൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടിൻറ്റ് കൊടുക്കാം. ടിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ഇതിലോട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ ലൈറ്റിങ്ങിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത അപ്ഡേറ്റ്സ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിലാണ് വരുന്നത്. സെറ്റിങ്സിൽ നമുക്ക് കറക്റ്റ് ഒരു ഓർഡറിലല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതേസമയം ഇത് ഒരു കറക്റ്റ് ഒരു ഓർഡർ സൈസ് ആക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുറച്ച് ഓർഡർ ആക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. വൈഫൈ, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ മൊബൈൽ സർവീസ്, ബാറ്ററി, ഇതൊക്കെ അവർ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു പോയിൻ്റായിട്ട് തോന്നി. അതുപോലെ തന്നെ ജനറൽ ആക്സസിബിലിറ്റി, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ ചോദിക്കും. പിന്നെ നമ്മൾ അതിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടിരുന്നത് അവരൊന്ന് ചുരുക്കിയിട്ട് ആപ്സ് കൊടുത്തിട്ട് അത് അവർക്കൊരു നല്ലൊരു ഫ്യൂച്ചറായി തോന്നി. ഒന്നും കൂടെ കാര്യങ്ങൾ ചുരുക്കി ഒന്നും കൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളൊരു വേറൊരു നല്ലൊരു ഫ്യൂച്ചറാണ് നമുക്ക് ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം. ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഐ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. അത് നമുക്കിപ്പോൾ വന്നിട്ടുള്ളൊരു നല്ലൊരു അപ്ഡേറ്റാണ്. ഞാൻ ഇവിടെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതാണ് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തേക്കല്ല വന്നിരുന്നത്, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലാണ് മൊബൈൽ ഡാറ്റയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ അഥവാ മൊബൈൽ ഡാറ്റയുടെ ഞാൻ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ടു കൺട്രോൾസ് കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഇഷ്ടമുള്ളത് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഒരുപാട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഏതൊക്കെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ആഡ് ചെയ്യാൻ പറ്റിയൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്തതിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ വലുപ്പം കൂട്ടാം, വെളിച്ചം കിട്ടണമെങ്കിൽ വലുപ്പം കൂട്ടാം. അതുപോലെ ഇതിങ്ങനെ വലുപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് വലുപ്പം കൂട്ടാം. കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു വലിയൊരു ചേഞ്ചസ് ആയിട്ട് നമുക്ക് പറയാം. ഏറ്റവും വലിയൊരു ചേഞ്ചസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു അപ്ഡേറ്റാണ് നമുക്ക് ഈ പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പാസ്വേഡുകളെല്ലാം നമ്മൾ ഒന്ന് സൂക്ഷിച്ചിരുന്നത് നമുക്ക് ഈ ഒരു ആപ്പിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻസിൽ ഒരു പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുവരിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വലിയൊരു ഫ്യൂച്ചറാണ്. ആപ്പിളിൻ്റെ തന്നെ ഒരു പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വന്നിട്ടുള്ളത് വലിയൊരു
അപ്ഡേറ്റ് ആയിട്ട് തോന്നി. നല്ലൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ നമ്മുടെ ഫോട്ടോ സെക്ഷനിൽ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും കറക്റ്റ് ഒന്നും കൂടെ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒന്നും കൂടെ അവർ ഒന്ന് ചുരുക്കി കാര്യങ്ങൾ കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഐഫോണിലെ iOS 18 എന്ന് പറയുന്ന അപ്ഡേറ്റിലെ ഏതാനും ചില ഫീച്ചേഴ്സ് ആണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.